മാസ്, മെസ്സി മാരകം. സമ്മതിച്ചേക്കും, അയാളല്ലാതെ മറ്റാരുമില്ലെന്നുള്ളത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇനി അതും പറഞ്ഞ് ആരും ഈ വഴി വരേണ്ടതില്ല. ഫുട്ബോളിന്റെ ദൈവം. പെനാൽറ്റി മിസ്സായി എന്ന് പറഞ്ഞ് ആക്രോശിച്ചവരുടെ അന്നനാളത്തിലേക്ക് 2 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ലോക ഫുട്ബോളിന്റെ മിശിഹ. അവനെ പടച്ചുവിട്ട കടവുളക്ക് 10-ൽ 10 എന്നതാണ്. കായിക ലോകം വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മെസ്സി എന്ന കരുത്തനായ പോരാളി എതിർപക്ഷത്തുണ്ടെങ്കിൽ പിന്നെ വന്നവനും നിന്നവനും എല്ലാവന്മാരും പന്തൊന്ന് തട്ടാൻ പേടിക്കുമെന്ന കാര്യം തീർച്ചയാണ്. കായിക കളിക്കളരിയിൽ ഒരു അത്ഭുതം പിറന്നിട്ടുണ്ടെങ്കിൽ അവന്റെ പേരാണ് മെസ്സി. ആൽബിസെലസ്റ്റുകളുടെ നീലവരയും കുപ്പായക്കാരൻ ഇനി രാജാവ് എന്നതിൽ മാറ്റമില്ലാതെ നിൽക്കും. ലോകാത്ഭുതങ്ങൾ പലതും പിറന്നിട്ടുണ്ടെങ്കിൽ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ ലോകാത്ഭുതം ആരെന്ന് ചോദിച്ചാൽ അത് മെസ്സി മാത്രമാകും. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ വേട്ട നേടുന്ന പോരാളിയായിട്ട് പിറന്നിട്ടുണ്ട്. ലോകവും ഫുട്ബോളും അയാളുടേതാണ്. ഇനി അയാളെ വെല്ലാൻ ആരുമില്ലെന്നുള്ളതാണ്. ലോക ഫുട്ബോൾ അടക്കി ഭരിക്കാൻ ഇനി ഒരേ ഒരു രാജാവ് മാത്രമേ. വിമർശകരെ വായടച്ചു നിന്നു. ഇനി അതും ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ചൊറിയാൻ നിൽക്കാൻ. ലോകാത്ഭുതങ്ങളിൽ ഇനിയൊരു അത്ഭുതം പിറക്കില്ലെന്നുള്ള കാര്യം തീർച്ചയാണ്. കാൽ വന്ന പന്തെടുത്ത് തട്ടിത്തെറിപ്പിച്ചാൽ അത് ഗോൾ വല തകർത്തെറിയാൻ കൽപ്പുള്ള ഒരു അമാനുഷികൻ ഉണ്ടെങ്കിൽ അവന്റെ പേരാണ് മെസ്സി. എല്ലാം കാൽച്ചുവട്ടിലാക്കി കഴിഞ്ഞു. ഇനി ഒന്നും നേടാൻ ബാക്കിയില്ല. എല്ലാം നേടിയവന് ഇനി 2ാമതൊരു ലോകകപ്പ് എന്നത് അനായാസമാണ്. നോക്കിയിരിക്കുക മാത്രമാണ് നിങ്ങൾക്കുള്ളത്. കപ്പുമായിട്ട് മെസ്സിയും കൂട്ടർ അങ്ങനെ വീണ്ടും മടങ്ങുമെന്ന കാര്യം തീർച്ചയാണ്.